Hello friends, welcome to Investing Right. I am Tenny. ഈ പോർട്ട്ഫോളിയോയിൽ കാണിച്ച ഈ സെലക്ടഡ് സ്റ്റോക്സ് നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബേസിക്കലി അതും നല്ല കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് വൺ ടൈം ചെയ്തതിനേക്കാളും SIP ലംസമ്മും തമ്മിലുള്ള പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഇതിനും വരും. കാരണം ഇനി മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് അടുത്ത 2 കൊല്ലം പോണെന്നുണ്ടെങ്കിൽ യു വിൽ ബി എ ലൂസർ. പക്ഷെ ഫ്ലക്ച്വേഷൻ മുകളിലേക്ക് താഴത്തേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ആവറേജ് ഔട്ട്. നിങ്ങളുടെ റിട്ടേണും ആവറേജ് ഔട്ട് ആവും, നിങ്ങളുടെ റിസ്കുകളും ആവറേജ് ഔട്ട് ആവും. സോ ഐ മീൻ ദാറ്റ് ഇസ് നോട്ട് എ ബാഡ് ഐഡിയ. അതും ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, അങ്ങനെ ഒരു SIP മോഡൽ ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ തന്നെ വിചാരിക്കുക ഇത് എല്ലാ കമ്പനീനെയും എല്ലാ മാസവും SIPയിൽ ഇതിൽ വാങ്ങിക്കണം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഐ വിൽ ബി ബൈയിങ് 2 ഓഫ് ദീസ് കമ്പനീസ് എവറി മന്ത്. അപ്പൊ അന്ന് സെലക്ട് ചെയ്യുക ഏതാണ് ഈ മാസം വാങ്ങിക്കാൻ പറ്റിയ ഏത് ഹോൾഡിംഗ് കമ്പനിയാണ് നല്ലത്. ചിലത് ആ മാസം കുറഞ്ഞിരിക്കുന്നുണ്ടാവും, ചിലത് കൂടുതലായിരിക്കാം. അങ്ങനെ ഒരു ഇത് ആരുടെങ്കിലും ഒരു ഹെൽപ്പ് എടുത്തോ അല്ലെങ്കിൽ നമ്മളൊന്ന് പതുക്കെ അനലൈസ് ചെയ്തിട്ട് എത്ര കുറഞ്ഞു കൂടി നോക്കിയിട്ട് you can buy 2 or 3 of എല്ലാ മാസം വാങ്ങിക്കുകയാണെങ്കിൽ that will be a great idea. There is complete flexibility. നമ്മളൊരു 20 lakhs നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് കാശ് തിരിച്ചു വേണം. You can do that. ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയുള്ള കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ഇതിനുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും ഫുൾ എമൗണ്ട് തിരിച്ചെടുക്കാം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പൊ ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇത് വെരി സിമ്പിൾ. ഇത് ആലോചിച്ച് നോക്കും, ഇതിന്റെ കൺവീനിയൻസ് ആലോചിച്ച് നോക്കും. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓർ SIP വാട്ടെവർ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. കാരണം ഇത് ബ്ലൂ ചിപ്പ് കമ്പനീസ് ആണ്. യു നീഡ് ടു ഗോ ആൻഡ് സീ ഓൺലി ആഫ്റ്റർ 10 years ദിസ് വിൽ വർക്ക്. ഇതിനാണെങ്കിലും നമുക്ക് വിൽക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതിൽ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിന് മെയിൻ കാര്യം. ആ എക്സ്പെൻസ് റേഷ്യോ മാത്രം സേവ് ചെയ്താൽ തന്നെ യു വിൽ ബി ഗെയിനിങ് ഇൻ ലാക്സ്. ഏത് ബേസിൽ ഈ ഹോൾഡിംഗ് കമ്പനി സെലക്ട് ചെയ്ത്? മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് വേഴ്സസ് ബജാജ് ഹോൾഡിംഗ്സ് ഏത് ക്രൈറ്റീരിയയിലാണ്? ക്രൈറ്റീരിയ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിന് 72% ഡിസ്കൗണ്ട് ആണ്, ബജാജ് ഹോൾഡിംഗിന് 59% ആണ്. അതിനൊരു റീസണും ഉണ്ട്. ബജാജ് ഹോൾഡിംഗ് ഇസ് ദ ഹോൾഡിംഗ് കമ്പനി. ഏതാണ് ബജാജ് ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് വാസ് എ ഗവൺമെന്റ് PSU കമ്പനി ടിൽ റീസെന്റ്, ടിൽ ലാസ്റ്റ് ഇയർ. കാരണം ഇത് പണ്ട് ഉണ്ടായിരുന്ന അവരുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നപ്പോൾ സെറ്റപ്പിന്റെ അതിൽ മഹാരാഷ്ട്ര ഗവൺമെന്റും ബജാജും തമ്മിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ മഹാരാഷ്ട്ര ഗവൺമെന്റ് വാസ് ദ മെയിൻ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി. അതിനൊരു കോർട്ട് കേസ് എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് ഇയർ 2019 കോർട്ട് വിധിച്ചത് ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ടു ബജാജ് ഗ്രൂപ്പ് ആൻഡ് ദേ നീഡ് ടു പേ അറൌണ്ട് 200 rupees പെർ ഷെയർ വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് 18%. സോ മേ ബി 500 rupees പെർ ഷെയറിന് കൊടുത്തിട്ടുണ്ടാവും. 3000 രൂപയുടെ കമ്പനി 500 രൂപയ്ക്ക് കിട്ടി. സോ ദേ ഹാവ് ഗോട്ട് ഇറ്റ്. സോ ബജാജ് ഗ്രൂപ്പ് ഭയങ്കര പ്രഗ്മാറ്റിക് ഗ്രൂപ്പാണ്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദേ കമ്പൈൻ ഓർ മെർജ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് വിത്ത് ബജാജ് ഹോൾഡിംഗ്സ്. ബജാജ് ഹോൾഡിംഗ് ആണ് അവരുടെ മെയിൻ കമ്പനി. അത് അറൌണ്ട് 50,000 crores കമ്പനിയാണ്. മഹാരാഷ്ട്ര സ്കൂട്ടർ ഇസ് ലൈക്ക് 3,000 crore കമ്പനി. അപ്പോൾ വളരെ ചെറുതാണ്, 1/10 ഓഫ് സൈസ് ഉള്ളൂ. പക്ഷെ സൈസ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഏതിലാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. വാല്യൂ 72% ഡിസ്കൗണ്ട് ഇയർ 59. ഇത് മെർജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺ ദ ബുക്ക് വാല്യൂ, ഇൻ ദ ഹോൾഡിംഗ് വാല്യൂ വെച്ചിട്ടുണ്ട്. വേറെ ഒരു ക്രൈറ്റീരിയയും ഇല്ലല്ലോ, ഈ ഒരു ബേസിലായിരിക്കും. സോ even if it is merged, it will be advantageous to a shareholder. Why they are not keeping these holding companies private, especially if the holding company is small? For example, Stell is very small. So you should see my earlier video. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനി തന്നെ ഉണ്ടാക്കിയത്? അവർക്ക് കയ്യിൽ കാശില്ല, അവർക്ക് പബ്ലിക്കുമായിട്ട് അതിനെ ഷെയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അവർ ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ ആവശ്യമില്ലല്ലോ. അവർക്ക് എല്ലാം പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണെങ്കിൽ നേരിട്ട് മറ്റേ കമ്പനിയിൽ സ്റ്റേക്ക് എടുത്താൽ പോരെ, ബേസ് കമ്പനിയിൽ. ഹോൾഡിംഗ് കമ്പനിയിൽ വെക്കുന്നത് they don't have enough money, so they want Mavel and others to come and invest in that, so that they get they need to put only 51% in that holding company. So 51% of 51%, which is 20%. So 100 crore കമ്പനിയിൽ 26 തന്നെ they will get management control. മനസ്സിലായോ? This holding companies give dividend income that is not shown in that chart. ഡിവിഡൻഡ് വളരെ കുറവാണ്. ഹോൾഡിംഗ് കമ്പനിയിൽ ഡിവിഡൻഡിന് വേണ്ടിയിട്ടല്ല ഉള്ളത്. അതിൽ ബാമലോറി ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഓൾമോസ്റ്റ് 7%. ബാക്കി എല്ലാവരുടെയും ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ. മേ ബി ടാറ്റ ഇൻവെസ്റ്റ്മെന്റ്സ് ഇസ് ഗിവിംഗ് അറൌണ്ട് 2.5%. Others are maybe almost 0, 1. ചില കമ്പനീസ് ലൈക്ക് കാമ ഹോൾഡിംഗ്സ്, സ്റ്റെൽ, the number of transactions are less. Maybe liquidity may be little problem. Liquidity problem ഉള്ള കമ്പനികളെ you should be knowing this, you should keep this in mind. രാജപാളയം, കാമ ഹോൾഡിംഗ്സ്, സ്റ്റെൽ, ഇതിലെല്ലാം UP യൂണിഫോഴ്സ് എന്റർപ്രൈസസ്, ഇതിലെല്ലാം ഇത് കുറവാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് യു നീഡ് ടു ആക്ട് അക്കോർഡിംഗ്ലി. അത് നിങ്ങൾ നോക്കിയിട്ട് ഇതിന്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ ഓക്കെ. പിന്നെ മാർക്കറ്റ് ഇപ്പൊ ഇനി താഴ്ന്നാലോ
ഇപ്പൊ താഴാൻ ഒരു ചാൻസ് ഇല്ലേ, അതെല്ലാം നോക്കുമ്പോൾ മൈറ്റ് ബി എ പ്രൂഡന്റ് ടു വെയിറ്റ്. പക്ഷെ ഇത് കൂടുന്ന ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപ കൂടിയിട്ടായിരിക്കും ഇത് ഇരിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് കൂടും. ഞാൻ തന്നെ കാമ ഹോൾഡിങ്സ് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2-3 years ബാക്ക് ഐ സോൾഡ് 3000. ഇപ്പൊ അത് 6000 ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ ഒരു വാല്യുവേഷൻ എടുത്തപ്പോൾ ഇഫക്റ്റ് ഓൾ മാനേജ്മെന്റ് ഡസ് സംതിങ്. അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യില്ല. കാരണം മാനേജ്മെന്റിന് ഒരു ഹോൾഡിംഗ് കമ്പനീനെ പിരിച്ചു വിടണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ കാശ് ഇറക്കണം അവരുടെ ബേസ് കമ്പനിയിൽ. മനസ്സിലായോ? അവർക്ക് മാനേജ്മെന്റ് കൺട്രോളിൽ വെക്കാനേ കാശില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഈ 100 crores 26 crores കൊണ്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ വീണ്ടും 51 crores ഇറക്കാൻ മാത്രമാണെങ്കിലാണ് ഈ ഹോൾഡിംഗ് കമ്പനിനെ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. അങ്ങനെ പിരിച്ചുവിടുമ്പോഴാണ് ഇതിന് വാല്യുവേഷൻ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ BBTC ഓഫ് ലൈറ്റ് അവരുടെ ഇരിക്കുന്ന 51% ബ്രിട്ടാനിയയിലത്തെ 5% എടുത്ത് സെല് ചെയ്തു. സോ ചെറിയൊരു സ്റ്റേക്കാണ് സെല് ചെയ്തത്. പക്ഷെ വാട്ട് ദ എമൗണ്ട് ഈസ് കമ്മിങ് ഈസ് അറൌണ്ട് 4500 crores. ആകെ 7000 crore ആണ് ഈ കമ്പനി തന്നെ. BBTC കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 7000 crore ഉള്ളൂ. പക്ഷെ ചെറിയൊരു സ്റ്റേക്ക് വിറ്റിരിക്കും 4500 crores വന്നു. ഇങ്ങനെ കണ്ട അതും ഒരു വാല്യൂ അൺലോക്കിംഗ് ആണ്. സംതിങ് ഹസ് കം. അത് കാരണം കൊണ്ടാണ് BBTC പെട്ടെന്നൊന്ന് മോഡിലേക്ക് പോയത്. അങ്ങനെ എല്ലാത്തിലും ഓരോ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി അടുത്ത് തന്നെ ഉണ്ടാവാനുള്ള, അത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൽ ചെറുതായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. DLIL ഉണ്ടാവാൻ സാധ്യതയുണ്ട്. IDFC ബാങ്ക് ആൻഡ് IDFC ലിമിറ്റഡ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ആ ഒരു ഫാക്ടർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദർ. ചിലതിൽ ഡിവിഡൻഡ് ഈൽഡ് കൂടുതലാണ് DLIL. സോ യു ഷുഡ് കൺസിഡർ ദാറ്റ്. അങ്ങനെ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. ഇതെല്ലാം നോക്കിയിട്ട് യു ഷുഡ് ആ ഒരു കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് ഗിവൺ യു 2 baskets. ആ ബാസ്ക്കറ്റിൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യും. ഇഫ് യു ആർ ബിറ്റ് എന്താ പറയാ വെരി കൺസർവേറ്റീവ് ആണെങ്കിൽ ടേക്ക് ഡാർക്ക് ഹോഴ്സ്. കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 lakh ഇൻവെസ്റ്റ് ചെയ്തു. 5 lakh ഇൻവെസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ ഇത് സംതിങ് വർത്ത് 12 lakhs. ഐ എം ഇൻവെസ്റ്റിംഗ് ഓൺലി 5 lakhs now. ഇനി പെട്ടെന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു 8 lakhsലേക്ക് വന്നു. അപ്പോഴും നമുക്ക് ഇത് പിടിച്ചു നിൽക്കാനുള്ള കൺസലേഷൻ നമ്മളോട് തന്നെ പറയാം. സി ദിസ് ഈസ് വർത്ത് still worth around 8 lakh ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5 lakhs has become 4 lakhs, but still it is worth 8 lakhs. So hold on എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡിംഗ് കമ്പനിയാണോ? അല്ല, റൈറ്റ് നൗ അല്ല. Are there chances of companies getting delisted? In case it happens, what happens if you have a stock? അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്നത്? Mostly delist ചെയ്യുകയാണെങ്കിൽ it will be good news for shareholders. Delist ചെയ്യുന്നു, so you are getting all. Delist എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വേദാന്ത is delisting because management is അതിൽ ഒരു വർത്ത് കാണുന്നു. So they are actually putting money to the shareholders and taking back the shares. അതും ഒരു നമ്മുടെ OFS കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മൾ തന്നെ പല ഇതിൽ ബിഡ് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് പുതിയ ഷെയർ കിട്ടുക അല്ലെ? ഇപ്പൊ പുതിയ ഷെയർ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയല്ലേ? നമ്മൾ 250 രൂപ എന്ന് പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട് 252 എന്ന് പറഞ്ഞു. അങ്ങനെ ബിഡ് ചെയ്തിട്ടാണ് പുതിയ IPOs വരുന്നത്. നമുക്ക് ബിഡ് ചെയ്യാം. ഇതിന്റെ റിവേഴ്സ് ബിഡിംഗ് ആണ് ഒരു ഡീലിസ്റ്റിംഗ് ടൈമിൽ നടക്കുക. പക്ഷേ ഒരു കമ്പനി ഫ്രോഡുലന്റ് ആണ്, ആ കമ്പനി ഒന്നും വർക്കില്ല, അങ്ങനെയുള്ള കമ്പനികളും ഇല്ലാതാവും. അതിനെ ഡീലിസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആ കമ്പനികൾ ആക്ച്വലി ബിക്കംസ് സീറോ ഓൾമോസ്റ്റ് ആൻഡ് ദെൻ ഗോസ് ഔട്ട് ഓഫ് ബിസിനസ്. ആൻഡ് ദെൻ ലിസ്റ്റിംഗ് ഫീസ് കൊടുത്താൽ മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിസ്റ്റിംഗ് ഫീസ് പോലും കൊടുക്കാതാവുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പതുക്കെ അതിനെ കട്ട് ചെയ്യും. അതിനെയും ഒരു ഡീലിസ്റ്റിംഗ് എന്ന് പറയാം. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ. ദ റൈറ്റ് ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ വേദാന്ത നൗ, ദാറ്റ് ഈസ് എ ഡീലിസ്റ്റിംഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് നിങ്ങൾ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.